ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. തോമസേ, നീയോ എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ മുറ്റത്ത് കാലുകുത്തിയത്? കടക്കട പുറത്ത്. തോമസേ, ഞാൻ ഒരു വഴക്കിനോ വക്കാണത്തിനോ വന്നതല്ല. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കണം. നീ ഒരു ചുക്കും പറയണ്ട. കൂട്ടുകച്ചവടക്കാരനായി കൂടെ നടന്നിട്ട് എന്റെ അപ്പച്ചനെ ചതിച്ചവന്റെ മോനല്ലേ നീ? എന്നിട്ട് എന്റെ അപ്പച്ചന്റെ ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് സമ്പാദിച്ച അത്രയും കള്ളക്കേസ് കൊടുത്ത് കൈക്കലാക്കി. ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കള് 10-16 കൊല്ലമായിട്ട് കൈക്കലാക്കി വച്ചിരിക്കലടാ നീയൊക്കെ. എന്റെ അപ്പനും എന്റെ അപ്പനൊക്കെ പോയിന്ന് കരുതി ചതിക്കപ്പെട്ടതിന്റെ വേദന എന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുമെന്ന് നീ കരുതണ്ട. തോമസേ, നീ ചിന്തിക്കുന്ന പോലെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നതാ. നാളിതുവരെ എന്റെ ഉള്ളിലും നിന്നോടും നിന്റെ മരിച്ചുപോയ അപ്പച്ചനോടെല്ലാം വെറുപ്പും വിദ്വേഷവും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പാടെ മാറി. ഞാനിന്ന് ആ പഴയ വർഗീസല്ല. അതുകൊണ്ട് തന്നെ നിന്റെ അപ്പച്ചന് അവകാശപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുന്ന സ്വത്തുക്കളെല്ലാം തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഓഹോ, ഞാൻ വിശ്വസിക്കുന്ന സ്വത്തുക്കളൊക്കെ അപ്പോഴും ന്യായമായിട്ടും എന്റെ അപ്പച്ചന് അവകാശപ്പെട്ടതാണെന്ന് നീ സമ്മതിച്ചു തരാൻ തയ്യാറല്ല അല്ലടാ? നീ പറയുന്നത് എന്ത് ഞാൻ സമ്മതിച്ചു തരാം. എന്താ പോരെ? തരണം, തന്നേ പറ്റൂ. കാരണം അതാണ് സത്യം. ശരി, അതാണ് സത്യം. അത് ഞാൻ സമ്മതിച്ചു തന്നാലെങ്കിലും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറുമോ? അതിനീ തോമസ് ചാവണം. പക്ഷേ എനിക്ക് നിന്നോടിപ്പോ ഒരു ദേഷ്യമില്ല, മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം? എടാ, നീ പറയുന്നതൊക്കെ നിന്റെ പുതിയ അടവാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ പിന്നെ ഇത്രയും വർഷമായിട്ടില്ലാത്തൊരു സ്നേഹം ആകാശത്തുനിന്ന് ഇപ്പൊ പൊട്ടി വീണോ? പൊട്ടി വീണതല്ല. ഞാൻ എന്റെ ദൈവത്തോട് അടുത്തപ്പോ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞതാ. ഇതുവരെ ഞാൻ ചെയ്തതിൽ തെറ്റുകളായിരുന്നെന്നും ഇനി ഞാൻ ചെയ്യേണ്ടത് ആ തെറ്റുകളെല്ലാം തിരുത്തുകയാണെന്നും അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളാ. ഇതിലെ ദൈവവചനങ്ങളാ. ഇതിൽ ഞാൻ കാണുന്ന ഓരോ വചനങ്ങളും ദൈവം എന്നോട് പറയുന്നതായിട്ടാ എനിക്ക് അനുഭവപ്പെട്ടത്. അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ആ ദൈവത്തിന്റെ പേരിൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുക. എനിക്ക് നിന്നോട് ഒരു വഴക്കൂല. നീ എന്നോട് ക്ഷമിക്കടാ. ഓഹോ, അപ്പോ എന്നോടും ക്ഷമിക്കാൻ പറഞ്ഞ നിന്റെ ഈ ദൈവമായിരിക്കും അല്ലേ? എന്നാൽ ആ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്നെയൊക്കെ നശിപ്പിക്കാൻ. എന്തേ, വിശ്വാസം വരുന്നില്ലേ? അതോ ഇനി ദൈവം നിന്നോട് പറഞ്ഞതുപോലെ വചനത്തിന്റെ രൂപത്തിൽ എന്നോടും പറയണമായിരിക്കും? എങ്കിൽ താടാ നിന്റെ ഈ ബൈബിള്, കേൾപ്പിച്ചു തരാൻ ഞാൻ. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ജെറമ്യ 4-ാം അധ്യായം 14-ാം വാക്യം.
ക്ഷമിക്കാൻ പറയുന്നവനല്ല തോമസേ, രക്ഷിക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. ഞാൻ വരട്ടെ തോമസേ. പള്ളിയിൽ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന്റെ പ്രയറുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതെ, നീ അവിടെ ഒന്ന് നിന്നേ. എന്താ തോമസേ? നീ എന്താ പറഞ്ഞിട്ട് പോയത്? ദൈവം ശിക്ഷിക്കുന്നവനല്ല രക്ഷിക്കുന്നവനാണെന്നല്ലേ? ആയിരിക്കും. പക്ഷെ ഞാൻ ശിക്ഷിക്കുന്നവനാ. ശിക്ഷിക്കുക മാത്രമല്ല, ദ്രോഹിക്കുന്നത് ഇല്ലാതാക്കാൻ എനിക്കറിയാം. ഇനി ഇതുപോലുള്ള അടവ് കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, എന്റെ തനി സ്വരൂപം നീ കാണും. ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞല്ലോ തോമസേ. ഞാൻ നിന്നോട് ഒരു പ്രശ്നത്തിന് വന്നതല്ല. നിന്നോട് ക്ഷമ പറയാനും നിനക്ക് വേണ്ട സ്വത്തുകൾ തിരികെ തരാനും വന്നതാ. ഓ, ദാനം. എടാ, അങ്ങനെ ഒരുത്തന്റെയും ദാനം ദേവസിയുടെ മക്കൾക്ക് വേണ്ടടാ. അർഹതപ്പെട്ടത് അധികാരത്തോടെ തിരിച്ചു വാങ്ങാൻ എനിക്കറിയാം. സമയമാകുമ്പോ ഞാനത് വാങ്ങിക്കുകയും ചെയ്യും. എങ്ങനെ? ഇതിന്റെ പേരിൽ ഹൈക്കോടതി വരെ കേസ് നടത്തിയിട്ടും അനുകൂലമായ വിധി വന്നത് ഞങ്ങൾക്കല്ലേ? എന്ന് കരുതി ഇനിയും കേസ് കൊടുത്തുകൂടുന്നില്ലല്ലോ. ഞാൻ ഇനിയും കേസ് കൊടുക്കും. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാനെല്ലാം തിരിച്ചു പിടിച്ചിരിക്കും. എന്തിനാ തോമസേ ആവശ്യമില്ലാത്ത ഈ വാശിയും വൈരാഗ്യവും ആരോടും വച്ച് പുലർത്തരുതെന്നല്ലേ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും അധികം ആയുസില്ലടാ. അതിന്റെ അവസാനം ഈ ഞാൻ കാരണമായിരിക്കും. തോമസേ, നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയുന്ന എന്താണെങ്കിലും ഞാനതനുസരിക്കാം. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നിന്റെ ഇഷ്ടം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. ഒന്ന് നീ ഓർക്കുക, എന്നെങ്കിലും ഈ വാശിയും വൈരാഗ്യവും നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുക. ആ വചനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ടാവും. എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരു ബൈബിളിലും ഇല്ലടാ. നേരത്തെ ഒരു വചനം കിട്ടിയത്, അത് ഞാൻ കാര്യമാക്കുന്നില്ല, നിന്നോട് പറയുന്നുമില്ല. നിന്നോടുള്ള എന്റെ ദേഷ്യം അതിനിപ്പോ എന്താ ദൈവം എന്നോട് പറയാൻ പോണെന്ന് നിനക്ക് കാണണോ? ന്യായം എന്റെ ഭാഗത്താടാ. വിദ്വേഷത്തിന്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഹെബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ വരട്ടെ തോമസേ. ലില്ലി, എടി ലില്ലി, എന്താ ചേട്ടാ? നീ ഇത് എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. ചേട്ടൻ എന്താ വിളിച്ചേ? അത് ഇന്ന് ഞാൻ ഓട്ടം കഴിഞ്ഞ് പറമ്പിൽ വണ്ടി പാർക്ക് ചെയ്ത് പോരാൻ നേരത്തെ ആ വർഗീസ് എന്നെ കാണാൻ വന്നിരുന്നു. ഏത് വർഗീസ്? നിനക്ക് എത്ര വർഗീസിനറിയാം? ചേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആളാരാന്ന് കൃത്യമായിട്ട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഏടി ആ വറീതിന്റെ മോൻ വർഗീസ്. അയാൾ എന്തിനാ ചേട്ടനെ കാണാൻ വന്നത്? വല്ല വഴക്കിനും വന്നതാണോ? വഴക്കിനവൻ വന്നാലേ ഞാൻ വെറുതെ ഓടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എടി, അവൻ എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. അവനും അവന്റെ അപ്പനും എന്നോടും അപ്പച്ചനോടും ചെയ്തതിനെല്ലാം
ഞാനിപ്പോ അവനോട് ക്ഷമിക്കണം പോലും. ഇപ്പോഴവന് മനസ്സിലായത് എന്നോട് കളിച്ചാൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇപ്പൊ എല്ലാം പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പിന് വന്നിരിക്കുക അവൻ. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയാൻ? ചത്താലും അവനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. തെറ്റേറ്റു പറഞ്ഞ ഒരാൾ ക്ഷമ ചോദിക്കാൻ വരുമ്പോ ഇങ്ങനെയാണോ ചേട്ടാ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് മാപ്പ് ചോദിച്ചാൽ പൊറുക്കാവുന്ന തെറ്റല്ല അവനും അവന്റെ അപ്പനും ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഞാൻ അവനോട് പ്രതികാരം ചോദിച്ചിരിക്കും. അതവന് മനസ്സിലായി കാണും. അതുകൊണ്ടല്ലേ മുഴുവൻ തട്ടിച്ചേർത്ത സ്വത്തുക്കളും തിരികെ തരാമെന്ന് അവനായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞോ? അതേടി, അതിനവൻ പറഞ്ഞ കാരണം കേൾക്കണോ? എന്നോട് ക്ഷമിക്കാനും എനിക്കുള്ള സ്വത്തുക്കളെല്ലാം തിരികെ തരാനും അവനെ പ്രേരിപ്പിച്ചതേ ബൈബിളിലെ വചനങ്ങളാണെന്ന്. വെറുതെ അടി, പേടിച്ചിട്ടാ. ആരെ? ഈ എന്നെ, അല്ലാതെ ആരെയാ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇതിനു മുമ്പ് ചേട്ടനെ പേടിക്കായിരുന്നില്ലേ? ചേട്ടാ, ദൈവത്തോടടുത്തപ്പോ ദൈവവചനം കേട്ടപ്പോ അയാളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അയാൾ ക്ഷമ ചോദിക്കാനും തെറ്റേറ്റു പറയാനും തയ്യാറായത്. പിന്നെ ഇന്ന് അവന്റെ മുമ്പിൽ വെച്ച് ബൈബിൾ തുറന്നപ്പോഴേ എനിക്കും കിട്ടിയത് 2 വചനം, ക്ഷമിക്കാനും സഹിക്കാനൊക്കെ പറഞ്ഞ്. ആ വചനങ്ങൾ വായിച്ചപ്പോ ഞാനൊന്ന് പതറിന്നുള്ളത് ശരിയാ എന്ന് കരുതി ഞാനത് കാര്യമായിക്കോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അവനീ പറഞ്ഞതൊക്കെ എന്നെ പേടിച്ചിട്ടാന്ന്. അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. കഴിഞ്ഞോ? എന്ത്? അല്ല, വർഗീസിനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ കഴിഞ്ഞോന്ന്? കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ പറഞ്ഞതുപോലെ വർഗീസ് ഇതൊക്കെ ഇപ്പൊ തിരികെ തരുന്നത് പേടിച്ചിട്ട് തന്നെയാവും. പക്ഷേ പേടിക്കുന്നത് ചേട്ടനെ ആവില്ല, ദൈവത്തെ ആയിരിക്കും. ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന സ്വത്തുക്കളെല്ലാം ദൈവഭയം വന്ന ഉടനെ ചേട്ടനെ തിരികെ ഏൽപ്പിക്കാൻ തയ്യാറായില്ലേ? ദൈവചിന്ത ഉണ്ടായപ്പോ, തിരുവചനങ്ങൾ ഉൾക്കൊണ്ടപ്പോ അയാളിൽ നന്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ടായിരിക്കും ഇന്ന് അയാൾ ചേട്ടനെ വന്നു കണ്ട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞത്. അതിനെല്ലാം അയാളോട് ക്ഷമിക്കാൻ എന്റെ ചേട്ടന് സാധിച്ചാൽ അതുകൊണ്ട് നല്ലതല്ലാതെ ഒരു ദോഷവും ചേട്ടന് സംഭവിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. പ്രഭാഷകൻ 26-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെയൊക്കെ എന്നോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോഴും ശരിക്കൊരു മനസമാധാനം ചേട്ടൻ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോ നമ്മളിൽ നിന്ന് മാറ്റേണ്ടത് മാറ്റേണ്ട സമയത്ത് തന്നെ മാറ്റണം. അങ്ങനെ വരുമ്പോ എല്ലാം ശരിയാകും ചേട്ടാ. തോമസ് ചേട്ടാ, എന്തൊക്കെയുണ്ട്? നടക്കാറിങ്ങിയതാണോ? ഏയ്, ഞാനാ പൗലോസിന്റെ വീട് വരെ പോയതാ. അല്ല, നീ എങ്ങോട്ടാ? ഞാൻ ചുമ്മാ ടൗണിലോട്ട് ഇറങ്ങിയതാ. ചേട്ടന്റെ വണ്ടി നല്ല തട്ടിന്ന് കേട്ടല്ലോ. തട്ടീന്നോ? അല്ല, മുട്ടീന്ന്. നിന്നോട് ആര് പറഞ്ഞു? അത് ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, ഇനിയിപ്പോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അത്രയ്ക്ക് ബഹളായിരുന്നില്ല അവിടെ നിന്നല്ലേ. പിന്നെ വെള്ളം ഉണ്ടാക്കാതെ. എടാ, എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഇന്നലെ വണ്ടി ഇടിച്ചത്. ആ പള്ളിക്കര ജോസഫിന്റെ മോനില്ലേ, അവന്റെ ബൈക്ക് എന്റെ വണ്ടി മോന്ന് ഇടിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അവനെ ചുമ്മാ വിടണോ? എന്തിനാ ചേട്ടാ ഈ പിള്ളേരായിട്ട്? വണ്ടിക്കൊന്നും പറ്റില്ലെങ്കിൽ ചുമ്മാ വിട്ടു കളഞ്ഞേക്കണം. പറയുന്നവർക്കൊക്കെ പറയാം. നീയാണ് എന്റെ സ്ഥാനത്തെങ്കിൽ നീ അവനെ ചുമ്മാ വിടുവോ? അല്ലെങ്കിൽ താൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇവന്റെ വക ഇങ്ങനെ, ആ വർഗീസിന്റെ വക വേറെ. വർഗീസായിട്ടുള്ള പ്രശ്നം പണ്ടേ ഉള്ളതല്ലേ, അതിലെന്തത്ര പുതുമ? എടാ, വർഗീസ് പുണ്യാളനിപ്പോ മനസാന്തരപ്പെട്ടു വന്നിരിക്കുക. ചെയ്തുപോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ ദിവസം അവൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആട്ടിപ്പായിച്ച് ഞാൻ. അത് പറഞ്ഞപ്പോൾ ഓർത്തത്,
വർഗീസായിട്ട് ഇപ്പൊ ആളാകെ മാറിപ്പോയി. ആളിപ്പോ പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കണം. ഇതാ നിന്റെയൊക്കെ കുഴപ്പം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വകതിരിവില്ല. എടാ, ഈ പള്ളിയും പ്രാർത്ഥനയൊക്കെ വെറും തട്ടിപ്പല്ലേ? നാട്ടുകാരെ പറ്റിക്കാനുള്ള അവന്റെ പുതിയ അടവ്. എന്തെങ്കിലും കള്ളത്തറ മനസ്സിൽ കണ്ടിട്ടാവും അവന്റെ പുതിയ നാടകം. അവൻ ആരാ മോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? എന്നൊക്കെ വലിയ സൂത്രക്കാരനവൻ. അല്ലെന്നേ, പുള്ളിപ്പോ ചേട്ടനെ പോലെ ഉടായിപ്പൊന്നുമില്ല, ശരിക്കും ഡീസന്റാ. എടാ, അവന്റെ ഗുണങ്ങളെ പറ്റി വിവരിക്കാനാണോ എന്നെ വഴി പിടിച്ചു നിർത്തിയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ മഹത്വം പാടിക്കണ്ട എന്റെ അടുത്ത് വന്ന അറിയാലോ എന്റെ സ്വഭാവം. ഇതെന്താ വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ലില്ലി, ഇന്നലെ വണ്ടി മുട്ടിയ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ആവശ്യമില്ലാത്ത ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോ അവസാനം ഞാൻ തന്നെ കുറ്റക്കാരനായി. എല്ലാവരുടെയും മുമ്പിൽ പ്രശ്നക്കാരൻ ഞാനാ. ഇന്നലെ ആ സംഭവത്തിൽ തെറ്റാ പയ്യന്റെ ഭാഗത്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ ചെറിയ പ്രശ്നം ഇത്ര തലവേദനയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ പ്രശ്നങ്ങളാ. എന്റെ ദൈവമേ, എന്തൊരു വിധിയത്! എന്തൊക്കെ പ്രശ്നങ്ങളാ! എന്റെ ചേട്ടാ, ദൈവത്തോട് ചേട്ടൻ ഇത്രയും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടെന്ന് പറയാതെ ഈ കുഴപ്പങ്ങളോടും പ്രശ്നങ്ങളോടും പറയേ എനിക്കൊരു ദൈവം ഉണ്ടെന്ന്, എനിക്കൊരു കർത്താവ് ഉണ്ടെന്ന്. എന്നിട്ട് വർഗീസിനോട് ക്ഷമിക്കുക. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഓടി ഒളിക്കുന്ന വഴി അറിയില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇത്രയും വെറുപ്പും വൈരാഗ്യവും ചേട്ടന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് മനസ്സ് തുറന്ന് സന്തോഷിക്കാനോ മനസ്സ് തുറന്ന് ചിരിക്കാനോ ചേട്ടന് കഴിയാറുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. കാരണം എന്നും ചേട്ടനെ കാണുന്നവളാ ഞാൻ. നാൾക്ക് നാൾ അയാളോടുള്ള പ്രതികാരം ചേട്ടന്റെ മനസ്സിൽ കൂടിക്കൂടി വരുമ്പോ അതുകൊണ്ട് ഒരു നേട്ടവും ചേട്ടനുണ്ടാവില്ല. പലതവണ ഞാൻ ആവശ്യപ്പെട്ടിട്ടും അയാളോടുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ചേട്ടൻ തയ്യാറായിട്ടുമില്ല. അപ്പോഴൊക്കെ ചേട്ടന് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ അയാൾ തന്നെ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് ചേട്ടനോട് ദൈവനാമത്തെ ക്ഷമ ചോദിക്കുമ്പോ ഇനിയും അയാളോട് ക്ഷമിക്കാതിരിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുന്നത് പോലെയാ. അതിനി എന്തൊക്കെ കാരണങ്ങൾ ചേട്ടൻ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു ലില്ലി. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ വർഗീസിന് മാറ്റമുണ്ടായത് ദൈവത്തോടടുത്തപ്പോഴാണെന്ന്? അതേ ദൈവത്തിന്റെ അടുത്ത് ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ദൈവത്തോട് തന്നെ ചേട്ടൻ ചോദിക്കുക. എന്നിട്ട് ദൈവേച്ഛപ്രകാരം പ്രവർത്തിക്കുക. സമാധാനവും സന്തോഷവും സമൃദ്ധിയും എല്ലാം പിന്നാലെ വരും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. മിക്ക 7-ാം അധ്യായം 19-ാം വാക്യം. വർഗീസ്, തോമസോ, എന്താ ഈ വഴിക്ക്? ഒന്നുമില്ല. ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നത്. എന്നെയോ? അതെ. അല്ല, എന്താ തോമസേ? എന്താണെങ്കിലും പറയേ. പിന്നെ
ഞാൻ വീട്ടിൽ വന്നപ്പോ പറഞ്ഞ് ശരിയായിട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ ഞാൻ തയ്യാറാ. ഇതുകൊണ്ടൊന്നും തീർന്നില്ലെങ്കിൽ എന്നെ 2 തല്ല് തല്ലിയാലേ ശരിയാവുള്ളെങ്കിൽ അതും ആയിക്കോ. നീ എനിക്ക് സ്വത്തുക്കൾ തന്നതുകൊണ്ടോ ഞാൻ നിന്നെ തല്ലിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഒരേ ഒരാൾ മാറിയാ മതി, ശരിയായാ മതി. ആര്? ഞാനൊരാൾ മാറിയ എല്ലാം ശരിയാകും വർഗീസ്. പ്രതികാരം ദേഷ്യം എല്ലാം കൊണ്ടും ആകെ ഞാനൊരു ചെകുത്താൻ വലയത്തില. ഇതിന്ന് ഞാനൊന്ന് കരകയറുമെന്ന് എനിക്കൊരുറപ്പുമില്ല. നിന്നോട് ഞാൻ എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചേക്ക് പറയുന്നത്. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ല? അല്ല, അതിപ്പോ നീ വിശ്വസിക്കണം വർഗീസ്. നീ അന്ന് എന്റെ വീട്ടിൽ വന്ന് പോയ ശേഷം നിന്നെ തോൽപ്പിക്കാനും കളിയാക്കാനും വേണ്ടിയിട്ടാണെങ്കിലും ബൈബിൾ തുറന്ന് വചനങ്ങൾ വായിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷേ അന്നു മുതൽ ഈ നിമിഷം വരെ എന്നിലെന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയേറെ പറഞ്ഞിട്ടും മറുത്തൊന്നും പറയാതെ ക്ഷമയോടെ കേട്ട് എന്നോട് യാത്ര പറഞ്ഞ് നീ പോയപ്പോ നീ എന്റെ മനസ്സിലുണ്ടാക്കിയ മാറ്റം വളരെ വലുതാ. ഞാനല്ല തോമസേ നിന്നിൽ മാറ്റമുണ്ടാക്കിയത്, ദൈവവചനങ്ങളാ. കരുതലോടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവ കരസ്പർശം അനുഭവിക്കാൻ നിനക്കും ഭാഗ്യമുണ്ടായി എന്ന് കരുതിയാ മതി. ദൈവം നമ്മളിൽ വസിക്കാൻ വേണ്ട വിധം നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ വാശിയും വൈരാഗ്യവും ചെകുത്താന്റെ കുടിലെ തന്ത്രങ്ങൾക്കുമെല്ലാം വിരാമമാവും. മനസ്സ് സമാധാനവും ശാന്തിയും കൊണ്ട് നിറയും. പിന്നെ ആരോടും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ വർഗീസ്, തണ്ടും തന്റെ ഇടവും തെമ്മാടിത്തരവുമൊക്കെയായിട്ട് ജീവിച്ച ഞാനിന്ന് അനുഭവിക്കുന്ന മനസുഖം നിന്നെ പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്കിപ്പോഴൊരു സംശയം ബാക്കി നിൽക്കുക. എന്ത് സംശയം? ഇത്രയും കുരുത്തക്കേടും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ജീവിച്ച എന്നോട് ദൈവം ക്ഷമിക്കുമെന്ന്. തീർച്ചയായും. എന്റെ ദൈവമേ, നീ വാ തോമസേ. ഇവിടെ ഇരുന്നോ? വീട്ടിലാരുമില്ല. എങ്കിലും ഒരു ചായക്കേടാ എനിക്കറിയാം. പിന്നെ ദൈവം നിന്നോട് ക്ഷമിക്കുമെന്നല്ലേ ചോദിച്ചേ? ഇതാ, നീ തന്നെ തുറന്നെടുത്ത് വായിക്കൂ. ഞാൻ തന്നെ നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുറപ്പാട് 33 അധ്യായം 14 വാക്യം. ഞാൻ എന്താ നിന്നോട് പറയാ വർഗീസ്? കുറച്ചു വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തപ്പോ ഒരിക്കലും അനുഭവിക്കാത്ത മനസ്സുഖം അനുഭവിച്ച എനിക്ക് ഈ വചനം എന്തുമാത്രം സന്തോഷം തരുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഈ വഴി തിരിച്ചറിയാൻ നിന്റെ ജീവിത രീതി തന്നെ എനിക്ക് കാണിച്ചു തന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഈ പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.
ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം